ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിന്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ യൂഡി റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയൊക്കെ ആയിരുന്നു. എക്സ്പയറി സത്യം പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു 75 പോയിന്റ്, അതായത് നമ്മുടെ ഇന്നലത്തെ POCയുടെ ഭാഗത്ത് പോയൊന്നുമില്ല. ഓപ്പൺ ചെയ്ത ഭാഗത്ത് നിന്ന് കിടന്ന് നമ്മുടെ 53,945 എന്ന് പറഞ്ഞ ആ ഏരിയയ്ക്കും 54,143 പറഞ്ഞ ഇന്നലത്തെ POC ഇടയ്ക്ക് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നല്ലാതെ അവന് വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു. ഒരു മൂവ്മെന്റും വന്നിട്ടില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ട്രേഡും ബാങ്ക് നിഫ്റ്റി തന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ പ്യുവർലി ബാലൻസ് ആയിരുന്നു. പ്രീമിയം ഈറ്റിംഗ് ദിവസം ആയിരുന്നു. 54,000 നെക്സ്റ്റ് വീക്കിന്റെ കോളം പൊട്ട് ഏകദേശം 170 പോയിന്റോളം കാലത്ത് റൈറ്റ് ചെയ്ത് നിങ്ങൾ ഇറങ്ങി. നിങ്ങൾക്കൊരു റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 110 പോയിന്റെങ്കിലും ഓപ്ഷൻസിൽ കിട്ടിയിട്ടുണ്ടാകും. ഓപ്ഷൻ റൈറ്റേഴ്സ് ദിവസമാണ്, പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിലെ ഓപ്ഷൻ റൈറ്റേഴ്സിന് കുറച്ച് പണി ഇന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നാളെ എക്സ്പയറി ആയതുകൊണ്ട് ഇന്ന് ചെറിയൊരു മൂവ്മെന്റ് വന്നതാവാൻ ചാൻസ് ഉണ്ട്. നിഫ്റ്റിയിൽ കൃത്യമായി പറയുകയാണെങ്കിൽ അവ ആശാൻ താഴേക്ക് ഇറങ്ങി നമ്മുടെ ബെയറിഷ് റെഫറൻസിന്റെ ഭാഗം വരെ വന്ന് തിരിച്ചങ്ങോട്ട് കയറി. ഇന്നലത്തെ POCയും കടന്ന് നമ്മുടെ 26,000 എന്ന് പറഞ്ഞ നമ്മുടെ ഇമ്പോർട്ടന്റ് മാർക്കിനും കടന്ന് ആശാൻ കയറിപ്പോയി. കൃത്യമായി പറഞ്ഞെങ്കിൽ നമ്മളെ ഇമ്പോർട്ടന്റ് ബുള്ളിഷ് റെഫറൻസ് ആയ 26,000 മുകളിലാണ് അവനെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 26,000 മുകളിൽ ക്ലോസ് ചെയ്യിക്കുന്നത് മാത്രമല്ല, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു. മാർക്കറ്റ് പ്രൊഫൈലിന്റെ പ്രകാരം അവൻ ചെറിയൊരു മൂവ്മെന്റ് തരുമെന്ന് പ്രതീക്ഷ തന്നിട്ടില്ല. ചെറിയൊരു അപ്പോർഡ് ജേർണിക്കുള്ള ഒരു തയ്യാറെടുപ്പ് കാണിച്ചുകൊണ്ടാണ് ലാസ്റ്റ് മിനിറ്റിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റോട് കാണിച്ചത്. കാരണം നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ എന്തുവാണ് ലാസ്റ്റ് മിനിറ്റ് 15 മിനിറ്റിൽ നിഫ്റ്റിയിൽ ഈ ഒരൊറ്റ ക്യാൻഡിലായിരുന്നു ഒരൊറ്റ ബൈയിങ്, ഒരു കിടിലൊരു ബൈയിങ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് അതുവരെ വെറും 2,300 അടുപ്പിച്ച ഡെൽറ്റ പൊക്കോണ്ടിരുന്നത് ഈ ലാസ്റ്റ് മിനിറ്റിൽ ഒരു 6,000 ഡെൽറ്റയും 8,000 ഡെൽറ്റ കയറുകയും ചെയ്തു. അതുകൊണ്ട് അതൊരു കോട്ട് വളരെ പോസിറ്റീവ് രണ്ട് ക്യാൻഡിൽ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു കിടിലം ബൈ എന്ന് ഞാൻ പറയല്ല. കുറച്ച് സ്റ്റോപ്പ് ലോസ് ലേറ്റ് ആയിട്ടുണ്ട്. കുറെ ബൈ ഒരു 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 അപ്പോർഡ് മൂവ്മെന്റത്തോടു കൂടിയാണ് നമ്മുടെ നിഫ്റ്റി ഇന്ന് വൈകിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓർഡർ ഫ്ലോ പകരം. അപ്പൊ ലാസ്റ്റ് 2 മിനിറ്റിൽ മാത്രമാണ് കുറച്ച് വോളിയെങ്കിലും വന്നെന്ന് വേണമെങ്കിൽ പറയാം. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചത്ത കുഞ്ഞിന്റെ ജാതകം എഴുതാൻ പറ്റില്ല എന്ന് പറയും പോലെ ഇതിനും ഭേദം ചാവൂ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ബാങ്ക് നിഫ്റ്റി കിടന്നത്. ബാങ്ക് നിഫ്റ്റി സത്യം പറഞ്ഞാൽ അനങ്ങിയിട്ടില്ല ആശാൻ. ഈ 15 നിങ്ങൾ നോക്ക്, ക്യാൻഡിൽ എടുത്ത് 15 ക്യാൻഡിൽ ഇവിടെ തന്നെ കിടന്നു കളി. ഡെൽറ്റ പോയി ലാസ്റ്റ് കുറച്ച് ചെറിയ ഒരു ബൈ വന്നതെന്നല്ലാതെ എന്നിരുന്നാൽ കൂടി ഒന്നുമില്ല. പ്യുവർലി എന്താണ് ശവം പോലെ കിടന്നു, അനങ്ങിയിട്ടേയില്ല. സോ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിലെ ലെവൽ പ്രകാരം ഇന്ന് അമേരിക്കൻ മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നോക്കുമ്പോൾ അമേരിക്കൻ മാർക്കറ്റ് ഏകദേശം 268 പോയിന്റുള്ള മൈനസ് നിൽക്കുകയാണ്. പെൻഡിങ് ഹോം സെയിൽസ് കഴിഞ്ഞ തവണത്തെ കാട്ടി കുറച്ച് കുറവാണ്. എന്നിരുന്നാൽ എസ്റ്റിമേറ്റ് കാട്ടി കൂടുതലും കൂടെ ആയതുകൊണ്ട് ചെറിയ ഒരു പോസിറ്റീവ്നെസ് ഉണ്ട്. എന്നിരുന്നാൽ കൂടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. നാസ്ഡാക്ക് ഫ്ലാറ്റ് ആണ്, പ്ലസ് ആണ്. S&P ചെറിയ മൈനസ് ആണ്. ബാങ്ക് നിഫ്റ്റി ഡൗ ജോൺസ് 0.59% മൈനസ് ആണ്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുന്ന സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ 35 പോയിന്റോളം പ്ലസിൽ അവൻ നിൽക്കുകയാണ്. നമ്മുടെ ക്ലോസിംഗ് പറ്റി നോക്കുമ്പോൾ 35% പ്ലസ് നിൽക്കുകയാണ്. നാളെ നമ്മുടെ മന്ത്ലി എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെ മന്ത്ലി സെപ്റ്റംബർ എക്സ്പയറി ആണ്. നാളെ മാർക്കറ്റ് എങ്ങനെ പോകും എന്നൊക്കെ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽ വെച്ച് നമുക്ക് നോക്കാം. ക്ലിയർ ആവുന്നുള്ളൂ എന്നൊക്കെ. സോ ഞാൻ ഈ ലെവലൊക്കെ ആദ്യം ഒന്നും ഡിലീറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് പുതിയ നോക്കണമല്ലോ. അപ്പൊ അത് നോക്കാം. നമ്മളെ ഇന്ന് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ വ്യൂ പ്രകാരം നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. സോ ഇന്നത്തെ POCയും VWAPും ഏകദേശം സെയിം ആയതുകൊണ്ട് ഞാൻ VWAP ആണ് നമുക്ക് ന്യൂട്രൽ എക്സ്ട്രീമിന് ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് POCയും ഏകദേശം സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് 26,935 ഇന്നത്തെ POCയും VWAP അവിടെ തന്നെ. അപ്പൊ നമുക്ക് ആദ്യം ആ POC VWAP ഐഡന്റിഫൈ ചെയ്തേക്കാം. 25,935 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇന്നത്തെ POC ആൻഡ് VWAP ഏകദേശം അവിടെ സെയിം ആയതുകൊണ്ട് അത് ഞാൻ ഒരു കളറും വച്ചേക്കാം, POC കളർ. സോ നമ്മുടെ 26,028 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ വന്നത് സ്പൈക്കിന്റെ ഹൈ ആയി 26,028 ആണ് നമ്മുടെ ബുള്ളിഷ് റെഫറൻസ്. അപ്പൊ ഞാൻ ആദ്യം ബുള്ളിഷ് റെഫറൻസ് വെച്ചേക്കാം 26,028. അതിന് മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് ഇനി ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് ഈ ബുള്ളിഷ് റെഫറൻസിന്റെ കളർ എന്താണ്, കറുപ്പ്. സോ 26,028 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഫസ്റ്റ് ആയിട്ട് പോകുന്നത് സ്പൈക്കിന്റെ ടാർഗറ്റ് ആയ 26,086.
26,86 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റ്. അതാണ് നമ്മളെ ഫസ്റ്റ് 26,86. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അടുത്ത എത്രയാണ്? 26,186 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 26,142. അടുത്ത 26,142. 26,142. ഈ 26,142 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 26,233 എന്ന് പറഞ്ഞ ഈ ഒരു ST ബാങ്കിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി പോവുക. അപ്പൊ ഓർത്തോളുക, നാളെ എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് 26,028 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഒരു കുറച്ചു നല്ലൊരു മൂവ്മെന്റ് വരാനും അത് 26,286, 26,142, 26,233 പറഞ്ഞ ലെവലിലേക്ക് നിഫ്റ്റിയെ കൊണ്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നോക്കേണ്ട താഴെ. അപ്പൊ താഴേക്ക് വന്നാൽ ഈ ഇന്നത്തെ POC 26,935 ഇമ്പോർട്ടൻ്റ് ആണ്. അത് പൊട്ടുകയാണെങ്കിൽ അടുത്ത വരുന്നത് നമ്മൾ ഇന്ന് വന്ന ലോ ആയ 25,877. അത് നമുക്ക് വളരെ ഇന്നത്തെ ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. 25,877 എന്ന് പറഞ്ഞ ആ ഒരു ലോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആക്കി. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. ഞാൻ അപ്പൊ അത് മാറ്റി. നമ്മളെ ബെയറിഷ് റെഫറൻസ് എവിടെയാണ്? 25,877. അതാണ് നമ്മളെ ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ വരികയാണെങ്കിൽ മാർക്കറ്റ് നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പിനെ അങ്ങ് ഫില്ല് ചെയ്യും. 25,800 എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫസ്റ്റ് ഫില്ല് ചെയ്യും. ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്ര? 25,800 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ ഫസ്റ്റ് ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഗ്യാപ്പിന് താഴോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 25,695 എന്ന് പറഞ്ഞ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. സോ ഇത് നിങ്ങൾ ഓർത്തേക്കുക. മാർക്കറ്റിനെ സംബന്ധിച്ച് അപ്പം നമ്മളെ ബെയറിഷ് റെഫറൻസ് എത്രയാണ്? നമ്മളെ ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞപ്പോൾ ഓർത്തോളുക 25,877. ബുള്ളിഷ് റെഫറൻസ് 26,028. 26,028 മുകളിൽ മാർക്കറ്റ് 26,233 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. 25,875 താഴെ വരാണെങ്കിൽ 28,800ഉം 25,695 വരെയുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. നാളെ എക്സ്പയറി ആയതുകൊണ്ട് ഉറങ്ങിക്കളയല്. വേണമെങ്കിൽ മാർക്കറ്റ് ഉറക്കണമെങ്കിൽ ഉറക്കിക്കോട്ടെ. നമ്മൾ ചുമ്മാ കിടന്ന് ഉറങ്ങാൻ പാടില്ല. അത് നിങ്ങൾ ഓർത്തേക്കുക. സോ ഇത് നാളത്തെ നിഫ്റ്റിയുടെ എക്സ്പയറിയും കൂടെ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ ആശാൻ ഒരു മൂവ്മെന്റും വരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യമേ ഞാൻ ചെയ്യാൻ പോകുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ 3 ദിവസമായിട്ട് അപ്പർ ഷാഡോയിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തരാം. എത്രയാണ്? ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്പർ ഷാഡോ, അതായത് അപ്പർ ഷാഡോ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന ഈ സ്പൈക്കിന്റെ ഭാഗത്ത് ബാങ്ക് നിഫ്റ്റി ഒരു എന്തുവാണ്, ഒരു ചെറിയൊരു മൂവ്മെന്റ് തരണം. ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ക്ലോസ് ആണ് വിത്ത് POC അറ്റ് 54,049. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്പ്, നിഫ്റ്റി ന്യൂട്രൽ സ്ട്രീം അപ്പും ആണ്. സോ 54,049 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇന്നത്തെ POC. സോ അതിന് മുകളിൽ അത് നിൽക്കുകയാണ്. ഇനി എപ്പോഴും ഓർത്തോളൂ, ഇന്നലത്തെ ഹൈ ആയ 24,200 മുകളിൽ മാത്രമേ ഒരു ബുള്ളിഷ് റെഫറൻസ് ഉള്ളൂ. സോ 24,200 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള 54,200 നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ ബുള്ളിഷ് റെഫറൻസ്. 54,200 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പൊ 54,200 നമ്മളെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. ഓർക്കോളുക. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 54,200 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് അടുത്തെന്ന് വെച്ചാൽ 54,320. ഫസ്റ്റ് ടാർഗറ്റ് 54,320. 54,320. 54,320. അതിന് മുകളിൽ അടുത്ത നിൽക്കുകയാണെങ്കിൽ എവിടെ വരും? അടുത്ത വരുന്നത് 54,320 മുകളിൽ അടുത്ത വരുന്നത് 54,432. 54,432. 54,432. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്ന ടാർഗറ്റ് ആണ് ഈ SD ബാങ്കിന്റെ ടാർഗറ്റായ അടുത്ത എത്രയാണ്? 54,630. 54,630. ഇതാണ് നമുക്ക് മുകളിലേക്കുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തുള്ള ബുള്ളിഷ് റെഫറൻസ് ആയ 54,200 മുകളിൽ മാത്രമേ ബൈ എടുത്താളൂ. അത് വേണമെങ്കിൽ 320, 432, 432 മുകളിൽ സ്കൈ എന്ന് പറയുന്ന പോലെ 54,630 വരെ പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. ഇനി നോക്കേണ്ടത് താഴെ എന്താണ്? നിഫ്റ്റി താഴേക്കുള്ള. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഇപ്പോഴും ഓർത്തോളുക, ഈ 54,944 എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ട്രോങ് ബെയറിഷ് റെഫറൻസ് ആണ്. സോ അതൊരു സ്ട്രോങ് സപ്പോർട്ടായി ഇന്നും ആക്റ്റീവ് ആയിട്ടുണ്ട്.
സോ 53,944 താഴെ മാത്രമേ നമ്മൾ സെല്ലിനെ കുറിച്ച് ചിന്തിക്കൂ. അപ്പൊ അതിന് ഞാൻ അത് എന്താണ്, അതൊരു ബേറിഷ് റെഫറൻസും കൂടെയാണ്. അപ്പൊ ഞാൻ അത് ആഡ് ചെയ്യാണ്. ബേറിഷ് റെഫറൻസ് ആണ്. അതേതാണ് 53,944 നമ്മൾ ബേറിഷ് റെഫറൻസ്. അത് താഴെ നിൽക്കുകയാണെങ്കിൽ 54,821 ഈ എയുടെ സിംഗിൾ 820 53,820 എന്ന് പറഞ്ഞ ആ ലെവലും 820 പൊട്ടുകയാണെങ്കിൽ ഈ സിംഗിൾ 53,664 എന്ന് പറഞ്ഞ ഈ ഭാഗവും സപ്പോർട്ട് വരുന്നത്. ഈ സപ്പോർട്ടിന്റെ കളർ ഞാൻ മാറ്റി മറന്നുപോയി, പച്ച കളറാണ് അത് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ലെവൽ. നോക്കാം പുറത്തുള്ള ഏതൊക്കെയാണ്, ഇതാണ് നമ്മുടെ ലെവൽ. ഇനി അതിന് താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ ഏതാണ് ഈ POC എന്താണ് 53,557 എത്രയാണ് 557. അതിന് താഴെ അടുത്ത വരെയാണെങ്കിൽ എവിടം വരെ പോവാം, ഈ POC ആയ 53,389 എന്ന് പറഞ്ഞ POC ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ്, 53,380 എന്ന് പറഞ്ഞ POC ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലായിരിക്കും. സോ സ്വാഭാവികമായിട്ട് ബാങ്ക് നിഫ്റ്റി നാളെ ഒരു പുതിയ മന്താണ്, പുതിയ കോൺട്രാക്ട് ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർത്തുള്ള നമ്മുടെ കറണ്ട് മന്ത് കോൺട്രാക്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് 54,101 നെക്സ്റ്റ് മന്ത് കോൺട്രാക്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് 54,300 സംതിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നാളെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിപ്പ് തരാം. ഇല്ല എങ്കിൽ നാളെ വേണമെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്ത് റണ്ണവേ പോലെ വേണമെങ്കിൽ 54,600 വരെ പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഓർത്തോളുക, അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അതൊരു ഒരു ഐഡിയ കാണണം. സോ നാളെ ഒരു പുതിയ കോൺട്രാക്ട് ആയതുകൊണ്ട് ഈ ലെവലിൽ ബാങ്ക് നിഫ്റ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പാടാണ്. അപ്പൊ അതുകൊണ്ട് വ്യക്തമായി നിങ്ങളത് മനസ്സിലാക്കിയ പുതിയ കോൺട്രാക്ട് നാളെ വരാൻ പോകുന്നത്. സോ ഇന്നത്തെ നമ്മുടെ 10 lakhsന്റെ 1% ചലഞ്ചിൽ ഇന്ന് എനിക്കൊരു 3,500ഓളം ലോസ് ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പൊസിഷൻ അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്ത് പ്രയോജനം കിട്ടാത്തതുകൊണ്ട് അടിച്ച് എക്സിറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3,500ഓളം ലോസ് ഇന്ന് ആ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് എന്ന് വന്നിട്ട് 1% ട്രേഡ് വേണ്ടി എടുത്താണ്. സോ ഇന്ന് മാർക്കറ്റിൽ ഒന്നും കിട്ടാത്തതാണ് എക്സിറ്റ് ചെയ്ത് പോവേണ്ടി വന്നത്. സോ അത് ആ ഒരു ട്രേഡ് സെറ്റപ്പ് ഇന്ന് ലോസിലേക്കാണ്. ഇന്ന് 4th ഡേ ആണ്. ആ ചലഞ്ചിൽ എനിക്കൊരു 0.3% മൈനസിലാണ് ആ ട്രേഡ് ക്ലോസ് ആക്കി വെച്ചേക്കുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, ദയവ് ചെയ്ത് പറയുകയാണ്. കാരണം ഞാൻ നൽകുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ 1% ട്രേഡ് കുറിച്ച് അറിയണമെങ്കിൽ നമ്മളെ വാട്സപ്പ് തമിഴിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവർ പറഞ്ഞു തരുന്നത്. അല്ലാണെങ്കിൽ എന്നെ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, യൂട്യൂബ് അൽഗോരിതം വർക്ക് ചെയ്യാൻ സഹായിക്കുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ബൈ.